തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളൊന്നായ തിരുവമ്പാടിയുടെ സ്വരാജ് റൗണ്ടിലെ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം. സാംസ്കാരിക പരിച്ഛേദമായിരിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ ചടങ്ങുകളിലും ബന്ധിക്കുന്ന എല്ലാവരും. മേയർ വരുന്നുണ്ട്, DCC പ്രസിഡന്റ് വരുന്നുണ്ട്, അങ്ങനെ വേണ്ട ഇനി എല്ലാവരെയും കാണാൻ നമുക്ക്. എൻ്റെ പേര് വിജയരാഘവൻ. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങ് നടക്കാൻ പോവുകയാണെന്ന് രാവിലെ 9 മണിക്ക് നടുവിലാൽ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം 9 മണിക്ക് നടക്കും. 9:15 നായ്ക്കനാലിൻ്റെ അവിടെ നടക്കും. തൃശ്ശൂർ പൂരത്തിന് പറഞ്ഞാൽ തിരുവമ്പാടിക്ക് ശരിക്കും പറഞ്ഞാൽ 3 പന്തലുണ്ട് ഇപ്പോൾ. ഒന്ന് തെക്കേമഠത്തിൽ ഒരു പന്തലുണ്ട്, നടുവിലാലിലുണ്ട്, അതുപോലെ തന്നെ നായ്ക്കനാലിലുണ്ട്. പണ്ട് നമ്മൾ റോട്ടിലേക്ക് കയറി വരുന്ന പഴയനാൾക്ക് കയറി വരുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അതിപ്പോൾ അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ ശുഭമുഹൂർത്തത്തിൽ 9-നും 9:30 ഇടയിലാണ് സമയം കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് 2 സ്ഥലത്തും കാൽ നാട്ടാനായിട്ട് ഇവിടെ കേന്ദ്രമന്ത്രി വരുന്ന അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. എന്തായാലും പൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കൂടിയിട്ടാണ്. അതൊരു എന്താ പറയുക, ജാതിമത ഭേദമെന്നെ എല്ലാവരും കൂടിയിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഇതിൻ്റെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ദേവസ്വത്തിന് ഒരു ഏകദേശം 2 കോടിയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട് ഒരു വർഷത്തിൽ. കാരണം എല്ലാം പുതിയതായിട്ട് ചെയ്യണം, എല്ലാം ആനച്ചമയമായാലും എല്ലാം നമുക്ക് പുതുതായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അതിനുണ്ടാകുന്ന ഒരു സോഴ്സ് നമുക്ക് പൂരം എക്സിബിഷൻ എന്നാണ് കിട്ടുന്നത്. അവിടെ നമ്മുടെ ദേവസ്വത്തിൻ്റെ പ്രതിനിധികൾ ഒരുപാട് പേര് അവർ സ്വയം അവിടെ പ്രവർത്തിക്കുകയാണ്. അവിടുന്ന് കിട്ടുന്ന ലാഭമാണ് നമ്മുടെ പൂരം ഇത്രയും ഗംഭീരമാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അത് ഇത്തവണയും വളരെ നന്നായി തന്നെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെയുള്ള നല്ല ആളുകളുടെ ഒരു പ്രാധാന്യം അവിടെ കണ്ടിട്ടുണ്ട്, പ്രാതിനിധ്യമുണ്ട്. അതുകൊണ്ട് ഇനിയും നന്നായി പോകുന്നതാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും കൊല്ലത്തെ പൂരം വളരെ നന്നാവാൻ എല്ലാവരും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിത്തുടങ്ങി. ഓണും ഉറക്കവുമില്ലാതെ ഇതിന് ഇത്ര ദിവസം നടന്നിരുന്ന ആളുകൾക്ക് ഒരു സന്തോഷം കിട്ടുന്ന ദിവസമാണ് 7-ാം തീയതി. 7-ാം തീയതി ഉച്ചക്കഞ്ഞി കുടിച്ചാലാണ് ഇതിൻ്റെ ക്ഷീണം മുഴുവൻ മാറുക. അതാണ് പൂരത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിലെ ഏതെങ്കിലും ഒരു ചടങ്ങിന് ഇതുപോലെ ആഘോഷമായിട്ട് പന്തൽ കാൽനാട്ട് കർമ്മം നടക്കുന്നുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയാം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു നഗരഹൃദയം പൂരപ്പറമ്പായിട്ട് മാറുന്ന അപൂർവ കാഴ്ചയാണ് തൃശ്ശൂരിന് പറയാനുള്ളത്. ഈ അച്ചുവേട്ടനൊക്കെ ഇതിൻ്റെ തിരുവമ്പാടിയുടെ പന്തലിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഇപ്പോൾ തിരുവമ്പാടിയുടെ പൂരത്തിൻ്റെ പിന്നാലെ ഇതുപോലെ എല്ലായ്പ്പോഴും ഉണ്ടാവും. എല്ലാവരും ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് ഇടാം. പൂരത്തിൻ്റെ കഥകളും അതിൻ്റെ ഐതിഹ്യവും നാൾവഴികളും ഒക്കെ കൂടിയിട്ടുള്ള വീഡിയോ ഇടാം. ഇപ്പോൾ തൽക്കാലം ഇതുമാത്രമാണ് ഉൾപ്പെടുത്തുന്നുള്ളൂ. നഗരഹൃദയം പൂരപ്പറമ്പാവുന്ന ഈ അപൂർവ കാഴ്ചയിൽ ശശിയേട്ടൻ്റെ കൂടി വാക്കുകൾ കേൾക്കാം. ആചാരപരമായ പന്തൽ കാൽനാട്ട് ആദ്യം നടുവിലാൽ 9 മണിക്ക് കൃത്യം 9 മണിക്ക് തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും മറ്റ് ഭക്തജനങ്ങളും കൂടി നിർവഹിക്കും. അത് കഴിഞ്ഞാൽ നായ്ക്കനാല് പന്തൽ കാൽനാട്ടും. അതോടുകൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഒരുക്കങ്ങൾ വളരെ അടുത്ത് എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം സാമ്പിൾ വെടിക്കെട്ടും. അതിനുശേഷം സമയപ്രദർശനം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം സാമ്പിൾ വെടിക്കെട്ട്. അത് കഴിഞ്ഞാൽ മറ്റേ പൂരത്തിൻ്റെ 6-ാം തീയതി രാവിലെ തുടർച്ചയായ എഴുന്നള്ളിപ്പ് പുറത്തേക്ക് തിരുവമ്പാടി ഭഗവതി എഴുന്നള്ളും. അത് കഴിഞ്ഞാൽ 11 മണിക്ക് മഠത്തിൽ വരുമ്പോൾ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ മേളം നായ്ക്കനാൽ പഞ്ചവാദ്യം നായ്ക്കനാൽ പന്തലിൽ 2 മണിക്ക് അവസാനിച്ചതിന് ശേഷം മേളത്തോടുകൂടി ശ്രീമൂലസ്ഥാനത്തെത്തും. ശശിയിടം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കേട്ടുപരിചയമുള്ളതാണ്. പക്ഷേ ഇതിനേക്കാൾ അപ്പുറം പൂരത്തിൻ്റെ ചെറിയ ചടങ്ങുകളെക്കുറിച്ച് പറയാനും അദ്ദേഹത്തിനും സുന്ദരമേനോനായാലും എല്ലാവർക്കും അറിയുന്നതാണ്. അത് നമുക്ക് മറ്റൊരിക്കൽ അവസരത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കെടുക്കുന്ന വീഡിയോയിൽ ഇടയ്ക്ക് ചേർക്കാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെ തിരുമേനിയല്ല പൂജ നടത്തുക, നാട്ടുകാർ തന്നെയാണ് പൂജ നടത്തുന്നത്. അതിനുശേഷം എല്ലാവരും ചേർന്നാണ് ഈ കാൽനാട്ട് കർമ്മം നിർവഹിക്കുന്നത്. പാറമേക്കാവിൽ നമ്മൾ കണ്ടുല്ലോ, തിരുമേനിയാണ് അവിടുത്തെ പൂജ ചടങ്ങുകൾ നടത്തുന്നത്. എല്ലാ പരിചിത മുഖങ്ങളുടെ ഇടയിലൂടെ ഒന്ന് കടന്നു പോകണം എന്നുള്ളത് ഏതാ വീഡിയോയുടെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പൂരപ്രേമി സംഘത്തിൻ്റെ ഉണ്ണി മൊച്ചാട്ടിലുണ്ട്. കേരളത്തിലെ എല്ലാ പ്രമുഖ ചാനൽസും ഉണ്ട് എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അച്ചുവേട്ടൻ്റെ വക നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചുവേട്ടനാണ് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിറകിലുള്ളത്. ഇനി ഇവിടെ നിന്ന് പൊന്തിക്കണ നേരം ആവുന്നതിന് മുമ്പ് ബിനീഷ് 24-ൻ്റെ ബിനീഷ് ക്യാമറയിൽ ഇത് പകർത്തുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ അത്ര എളുപ്പമല്ല. കാരണം എല്ലാവരും പരിചിതമായിട്ടുള്ളവർ തന്നെയാണ് തൃശ്ശൂരല്ലേ. അതിൻ്റെ ഒരു പരിചിതമായ മുഖങ്ങളുടെ ഇടയിലൂടെയാണ്
ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അതിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ക്യാമറകളും അവിടെ തിരിഞ്ഞു നിൽക്കുന്നത്. നമ്മൾ അവിടേക്ക് എത്തുന്നില്ല, കാരണം എത്താൻ പറ്റണ ഒരവസ്ഥയല്ല. ഇനി കാൽനാട്ട് തുടങ്ങുന്നതൊന്ന് കാണാം. അത് കഴിഞ്ഞാൽ നായ്ക്കനാൽ പന്തലിനുള്ള കാൽനാട്ടാണ്. അവിടേക്കും പോയിക്കൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. പ്രമുഖ വ്യക്തികളെല്ലാവരും കടയിൽ പിടിക്കുന്നുണ്ടെങ്കിലും, കടഭാഗത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അത്ര പ്രമുഖരല്ലാത്തവർ തല പിടിക്കുന്നുണ്ട്. തല പിടിച്ചാലും കാര്യമില്ല, പെട്ടെന്ന് തല പൊന്തി പോകുമല്ലോ. നഗരം വലിയ തിരക്കിലാണ് കേട്ടോ, കാരണം ഗതാഗത നിയന്ത്രണം വളരെ കുറവാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകുന്ന കാരണം തന്നെ റൗണ്ട് പാതി ബ്ലോക്കുണ്ട്. ഇതിപ്പോൾ മറ്റൊന്നും ബാധിക്കൊന്നുമില്ല, കാരണം ബ്ലോക്ക് എന്നുള്ളത് മറ്റൊന്നിനെയും ബാധിക്കുന്നതല്ല. കാരണം തൃശ്ശൂർ നഗരം പൂരത്തിന് മുമ്പ് പൂരത്തിനായി വിട്ടുകൊടുക്കുന്ന ഒരു നഗരമാണ്. ജനാധിപത്യ കാലത്തേക്ക് വരുന്നത് അങ്ങനെയുള്ള ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടാണ്. ക്യാമറകളുടെ ഒരു പൂരക്കാലം തന്നെയല്ലേ എപ്പോഴും പറയാൻ പറ്റുക. ക്യാമറകളുടെ ഒരു അതിൻ്റെ ഇടയിൽ ഇവിടെ കാൽനാട്ട് നടക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. നമുക്കതിനപ്പുറത്തേക്ക് ക്യാമറ എടുക്കുന്ന ഒരു പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതൊന്നും അല്ലാത്ത നിരവധിയായ ചടങ്ങുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിനെ അത്രയും മൈന്യൂട്ടായിട്ട് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നടുവിലാൽ മുതൽ നായ്ക്കനാൽ വരെയുള്ള ഒരു നടത്തം റൗണ്ടിൽ നിരന്ന് നടക്കാറുണ്ട്. ഇപ്രാവശ്യം എല്ലാവരും ഒന്നും എത്തിപ്പെട്ടില്ല, എന്നാലും വേണ്ടപ്പെട്ടവർ ചിലരിങ്ങനെ നിരന്ന് നടക്കുകയാണ്. നമുക്ക് വിജയരാഘവേട്ടൻ്റെ മുമ്പിൽ തന്നെ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും ഏതൊക്കെ അവസരത്തിലായാലും അല്ലെങ്കിലും പൂരം നെഞ്ചേറ്റിയ സുനിൽകുമാർ സഖാവ് ചടങ്ങുകളിലെ മുന്നിൽ തന്നെ. അപ്പുറത്ത് എനിക്ക് ഇതുപോലെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, കാരണം അവിടെ ഉണ്ടായിരുന്ന കുറേ പേര് ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു ചെറിയ സൗകര്യമുണ്ട്. കാരണം ഇതുപോലെ തന്നെയാണ് ഈ പന്തലിൻ്റെ കാര്യം. ഈ പന്തൽ അത്രത്തോളം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് തുടങ്ങാം 2025 കഥകളുടെ തൃശ്ശൂർ പൂരം. എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം.